നമസ്കാരം. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ രാജ്യത്ത് മാവോയിസ്റ്റുകളെ 2026 കെട്ടുകെട്ടിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടായത്. അതിനുവേണ്ടിയുള്ള സകല കാര്യങ്ങളും അമിത്ഷാ തന്നെ നേരിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റിന്റെ പ്രധാന മേഖലയായ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 9 സുരക്ഷാ സൈനികർ വീരമൃത്യു വരിച്ചു. 8 ജവാന്മാരും ഒരു ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ സേന സഞ്ചരിച്ച വാഹനം മാവോയിസ്റ്റുകൾ ബോംബ് വെച്ച് തകർക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലാണ് സംഭവം നടന്നത്. ഇംപ്രൂവ്സ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം. ബസന്തർ മേഖലയിൽ ദൗത്യം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ച സ്കോപ്പിയോ SUV-ക്ക് നേരെയായിരുന്നു മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തിയത്. പുലർച്ചെ ഛത്തീസ്ഗഡിലെ അബുജ്മത് മേഖലയിൽ സുരക്ഷാ സേന മാവോയിസ്റ്റുകളെ ആക്രമിക്കുകയും 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരെ വധിക്കുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയുധങ്ങളായ AK-47, സെൽഫ് ലോഡിംഗ് റൈഫിൾ എന്നിവ കണ്ടെടുത്തിയിരുന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് മാവോയിസ്റ്റുകളുടെ പ്രത്യാക്രമണം ഉണ്ടായത്. സംസ്ഥാനത്തെ മാവോയിസത്തെ നേരിടാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് യൂണിറ്റായ ജില്ലാ റിസർവ് ഗാർഡിൽ നിന്നുള്ളവരാണ് 8 സുരക്ഷാ ഉദ്യോഗസ്ഥർ. ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ IED സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആധിപത്യ മേഖലകളിൽ സുരക്ഷാ സേന കടന്നു കയറുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവം നടന്നത്. 8 ഇന്ത്യൻ പട്ടാളക്കാരുടെ മരണത്തിൽ കണക്ക് സഹിതം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ അതായത് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ആർമി തിരിച്ചടിച്ചിരിക്കുന്നത്. സുപ്രധാനമായ 3 നക്സലുകളെയാണ് ഇന്ത്യൻ ആർമി വധിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സുക്മസയിലാണ് ആക്രമണം നടന്നത്. 3 നക്സലുകളുടെ തലയ്ക്ക് 18 ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. സുക്മയിലെ ഭാലിക്കുട കുണ്ടറാജ് കുന്നിലാണ് ഇന്ത്യൻ ആർമിയുമായി ഏറ്റുമുട്ടലിൽ 3 മാവോയിസ്റ്റുകളെ ഇന്ത്യൻ ആർമി വധിച്ചത്. ഈ നക്സലേറ്റുകളിൽ ഒരാൾ കോറസ മഹേഷ് എന്ന വ്യക്തിയാണ്. ഇയാളാണ് ഇംപ്രോസീവ് എക്സ്പ്ലോസീവ് ഡിവൈസ് അഥവാ IED നിർമ്മാണത്തിന്റെ മുഖ്യ പ്രധാന സൂത്രധാരൻ. ഇയാളാണ് ട്രക്കിന് നേരെ ബോംബ് നിറഞ്ഞ്, അതായത് ഇന്ത്യൻ ആർമി സഞ്ചരിച്ച SUV വാഹനത്തിന് നേരെ ബോംബ് എറിഞ്ഞ് ഇന്ത്യൻ ആർമികളെ വധിച്ചത്. ഇനിയും അമിത്ഷാ പറയുന്ന ഒരു കാര്യമുണ്ട്. 2026 മാർച്ച് വരെ സമയമുണ്ട്. അതായത് ഫെബ്രുവരി അവസാനത്തോടുകൂടി നക്സലേറ്റുകൾ പൂർണ്ണമായി അടിയറവ് വച്ചില്ലെങ്കിൽ ഇനി ചോദ്യങ്ങളോ അല്ലെങ്കിൽ അടിയറവ് വയ്ക്കാനോ കീഴടങ്ങാനോ ഇനിയുള്ള ഒരു സംസാരവും, ഇനി ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഇനി ഒരു കത്തോ ഇനി ഒരു വാണിങ്ങോ ഇനി ഡേറ്റ് നീട്ടുകയോ ഒന്നും ചെയ്യില്ല എന്ന് അമിത്ഷാ തറപ്പിച്ച് പറയുന്നുണ്ട്. ഫെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ച് 1-ാം തീയതി ആവുന്നതോടുകൂടി രാജ്യത്തെ സകല നക്സലേറ്റുകളും അടിയറവ് വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് അമിത്ഷാ നിർദ്ദേശം നൽകും, പോയി വധിച്ചു കൊള്ളാൻ. പിന്നെ കാണുന്നത് ഇരട്ടിയുടെ ഇരട്ടി പ്രഹരമായിരിക്കും. മടയിൽ കയറിയായിരിക്കും ഇന്ത്യൻ ആർമി നക്സലുകളെയും അഥവാ മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കാൻ പോകുന്നത്.